ജോയിച്ചിന് തന്നെ ഇരിപ്പ ഇരിക്കുന്നത്. സണ്ണിച്ചാൻ ലവേഴ്സുമായിട്ട് വരാവുന്നേറ്റ നേരമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പിള്ളേർ ഉറങ്ങിയോ ആൻസി? ഒരു വിധത്തെ ഉറക്കിന്ന് പറഞ്ഞാ മതി രണ്ടിനെ. ഭാഗ്യം, എനിക്ക് അതായിരുന്നു പേടി. ഇവരെങ്ങാനും നേരത്തെ കയറി വന്നാൽ പിള്ളേരോട് പറയാൻ അന്നേരം തന്നെ ഒരു കള്ളം കണ്ടുപിടിക്കേണ്ടി വന്നേനെ നമുക്ക്. അല്ല, എന്നതാ ജോയിച്ചന്റെ പരിപാടി? വെറുതെ ഇരുന്ന് സമയം കളയാതെ വലുതും കഴിച്ചേച്ച് വന്ന് കിടക്കാൻ നോക്കും. അത് ശരിയാന്നോ നീ പറഞ്ഞത്? നമ്മളൊരു വാക്ക് കൊടുത്തേം വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാണും സണ്ണി കാമുകന്മാരായിട്ട് വന്നാലോ? അതവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അതെന്നാ നീ ആലോചിക്കാത്തത്? ഇവനിത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരിനി വരാനൊന്നും പോകുന്നില്ലെന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ആൻസി, അതിനിപ്പോ ഉറങ്ങണ നേരമൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്നോളാം. കാമുകന്മാര് വരുന്നോന്ന് അറിഞ്ഞോണ്ടായിരിക്കും ചെടികളിലൊക്കെ മിന്നാമിനുങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നു, ഇല്ലയോ? ഈ ജോയിച്ചിന്റെ ഒരു കാര്യം, ഈ മിന്നാമിനുങ്ങളൊക്കെ എന്നും രാത്രിയിൽ ഇവിടെ ഉള്ളതാ. ജോയിച്ചും കാണാത്തോണ്ടാ. അതൊന്നും എനിക്കറിയാൻ മേല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മിന്നാമിനുങ്ങളെല്ലാം കൂടെ കിടന്ന് മിന്നുന്നത് ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്. ഈ മിന്നാമിനുങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നുന്നതേ അവര് കാമുകന്മാരായിട്ടാ. ഈ ജോയിച്ചിന് നാണമില്ലേ? ഇത് തിന്നേ ചോദിച്ച നമ്മുടെ തിന്ന ഇല്ലയോ? എന്റെ ആൻസി കൂടവേ, നമുക്ക് കുറച്ചു നേരം കാമുകനും ആവുന്നേ. അവര് ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിന് മുമ്പ് നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. എന്റെ വൈഫാ ആൻസി. ഹായ്. കേറി വാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ അപ്പൻ കുളപ്പുറം വക്കനെയും വേറെ 2 കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നാ ഇത് നേരത്തെ പറയായിരുന്നത്? എനിക്കങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയി. എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു 2 ദിവസത്തേക്ക് ക്ഷമിച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയില് ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുടൽ തോക്കെന്തി? അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നുമില്ല. നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാൽ മതി. ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യ്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, a pilgrimage to discover God, the Almighty. അപ്പൊ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതിനായിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വച്ചിരിക്കുക എവറി ടൈം. ചേച്ചി, I was born and brought up in Delhi. പാരൻസ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും. കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ബട്ട് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഫീലിംഗ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ചേച്ചി. ഷുവർ ആനി. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. All of us very broad and borderless, as broad as the universe, and it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം അതിവിശാലവും അതിരുകളില്ലാത്തതുമാണ്. പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്.
We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love. Or an adventurous spiritual voyage. ഈ അലഞ്ഞുതിരിയൽ, അനന്തമായ ഈ യാത്ര കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരയാവരുതേ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ, നത്തിങ്. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അതിന്റെ ആൻസി നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക്. രണ്ടെണ്ണത്തിനും കുറേശ്ശെ വട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ പറയാൻ അറിയത്തില്ലയോ ഇതുങ്ങൾക്ക്? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചാന്ന്. നീ അങ്ങ് ക്ഷമിയന്റെ ആൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നുമല്ലല്ലോ, കാമുകന്മാരല്ലയോ. കാമുകന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. എനിക്കറിയാൻ മേലെ ഇതൊന്നും. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവരെ എങ്ങനെ കിടത്താൻ പോന്നേ? ഒരു മുറി തന്നെ ആന്നോ? അത് പറ. അയ്യോ, അത് സണ്ണിയോട് ചോദിക്കാനും വിട്ടുപോയല്ലോ കർത്താവേ. നമ്മളിപ്പോ എന്നാ എവിടെ ആൻസി? അവനെ വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട. ഈ രാത്രിക്ക് ഇനി അത് ശരിയാവത്തില്ല. ആ കൊച്ചുറാണിയെ കാണും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് അവരെ വേറെ വേറെ കിടത്താവില്ലയോ? പക്ഷെ ചോദിച്ചാ അതിലുണ്ടല്ലോ ഒരു കുഴപ്പം. അതിപ്പോ എന്നാ ഇത്ര കുഴപ്പം? ഈ ചോദിച്ചാൽ ഒന്നും അറിയാത്ത പോലെ അവര് രാത്രി കണിച്ച് ഒന്നിച്ച് കിടന്നാലോ? ഒരു കൂട്ടുന്നതും ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്നാത്തിനെ ഇത്ര മനപ്രയാസപ്പെടുന്നേ? അവരെ ഒന്നിച്ച് തന്നെ കിടത്താം. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ അവരുടെ കിടപ്പുകാരൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് ശരിയാ. ഇനി അഥവാ അവർക്ക് തമ്മിൽ തുടരണമെന്ന് തോന്നിയാൽ തന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കട്ടെ, ഇല്ലയോ? പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള മനസ്സമ്മതം ഇല്ലെന്നല്ലയോ പറഞ്ഞത്? ചിലപ്പം ഇവിടെ വെച്ച് അതങ്ങുണ്ടായാലോ? നമുക്ക് അവരെ ഒന്നിച്ച് തന്നെ അങ്ങ് കിടത്താം. അത് മതി. Hey, look, Samkuti. It's so beautiful and marvelous. It's a gift of God for us and for eternal love. Come, Samkuti.